ഹലോ ഫ്രണ്ട്സ്, +1 കെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. ഇന്ന് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടും കാണുന്നത്. അതായത് പണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഉള്ള ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയിട്ടുള്ളത്, അതിലേതൊക്കെ സയൻറ്റിസ്റ്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, എക്സ്പെരിമെൻറ്റ്സ് എന്തൊക്കെയാണ്, വ്യത്യസ്ത തിയറീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ കുറിച്ചും പ്രോട്ടോൺസിനെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട വളരെ കുറഞ്ഞ എക്സാമ്പിൾസ് ഇന്ന് നമുക്ക് ചെയ്യാം. ഇനി അങ്ങോട്ട് ബോർ മോഡൽ, അതുപോലെ തന്നെ നമ്മുടെ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, നല്ല ന്യൂമറിക്കൽസ് വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, തുടക്കം മുതൽ തന്നെ നന്നായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിക്ക് ശേഷം നമ്മൾ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിലേക്ക് പോകും. അതുപോലെ E/M റേഷ്യോ കാണാനുള്ള ജെ തോംസൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇന്ന് കാണും. അതുപോലെ മില്ലിക്കൺസ് എക്സ്പെരിമെൻറ്റ്, ചാർജ് കണ്ടുപിടിക്കാനുള്ള, ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻ്റാണ് മില്ലിക്കൺസ് എക്സ്പെരിമെൻറ്റ്. അതും നമ്മൾ ഇന്ന് പഠിക്കും. അതുപോലെ ആനോഡ് റേസിനെ കുറിച്ചും ഇന്ന് പഠിക്കും. ഇത്രയും ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തിൽ സയൻറ്റിഫിക് ആയിട്ട് ആറ്റത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണ് എന്നതിനെയൊക്കെ കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ, അതായത് ജോൺ ഡാൾട്ടൺ പറയുന്നത് നമ്മളൊരു മാറ്ററിനെ കട്ട് ചെയ്യാണ്. അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അവസാനം കിട്ടുന്ന, ഇനി അതിനെ കട്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും ചെറിയതായിട്ടുള്ള പാർട്ടിക്കിൾ നമുക്ക് കിട്ടും അല്ലേ, അതിനാണ് ആറ്റം എന്ന് എന്നാണ് ഡാൾട്ടൺ പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്ററാണ് അല്ലേ, സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ്, വിച്ച് ഈസ് ഇൻഡിവൈസിബിൾ. അതായത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഡാൾട്ടൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഡാൾട്ടൺസ് അറ്റോമിക് തിയറിൻ്റെ. ഇനി പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സെയിം എലമെൻസിൻ്റെ ആറ്റംസ് ആണെങ്കിൽ അതെല്ലാം സെയിം ആയിരിക്കും, അതുപോലെ ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പം അങ്ങനെ അല്ല എന്ന് നമ്മളിപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ മാസ് സെയിം ആയിരിക്കും, അതുപോലെ സൈസ് സെയിം ആയിരിക്കും എന്നൊക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു എലമെൻറ്റിന് തന്നെ ഐസോടോപ്സ് ഉണ്ട് അല്ലേ, അതായത് മാസസ് വ്യത്യസ്തമായിട്ടുള്ള ഐസോടോപ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. മാസ് വ്യത്യസ്തമായിരിക്കും, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും അല്ലേ, അതായത് സെയിം എലമെൻറ്റിൻ്റെ തന്നെ വ്യത്യസ്ത ഫോംസ്, അതിനാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നീട് കണ്ടെത്തിയിട്ടുള്ളതാണ്. ജോൺ ഡാൾട്ടൺ പറയുന്നത് എന്താണ്, സെയിം എലമെൻസിൻ്റെ ആറ്റംസ് ഒക്കെ സെയിം ആയിരിക്കും, അതുപോലെ ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആറ്റംസ് ഓഫ് സെയിം elements will be same and that of different elements will be different. Okay, different elements will be different. ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പോസ്റ്റുലേറ്റ്. ഓക്കെ, will be different. ഇനി വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ആറ്റംസിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതേസമയത്ത് അവരുടെ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, വെൻ കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ്, ഞാനിത് ചുരുക്കി ഷോർട്ടായിട്ട് ചെയ്താണ്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, ഓൺലി ദി കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ചേഞ്ചസ് അല്ലേ, കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ചേഞ്ചസ്. ഇനി അതുപോലെ തന്നെ ആറ്റംസ്, വ്യത്യസ്ത എലമെൻസിൻ്റെ ആറ്റംസ് കൂടി ചേർന്നിട്ട് കോമ്പൗണ്ട് ആറ്റം എന്നുള്ള ടേമാണ് അദ്ദേഹം ഉപയോഗിച്ചത്.
കോമ്പൗണ്ട് ആറ്റംസ് ഉണ്ടാവുന്നു. അപ്പോൾ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം കോമ്പൗണ്ട്സ് അല്ലേ. കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിവേ ഇതാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് ആണിത്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പഠിക്കുക എന്ന രീതിയിൽ ഇത് പഠിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്ന ഏരിയ അല്ല. പ്രത്യേകിച്ച് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്നും ന്യൂമറിക്കൽസ് ബോർ മോഡലുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട ക്വാണ്ടം നമ്പേഴ്സിന് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ചോദിക്കാറുള്ളത്. ഓക്കെ, എനിവേ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ് ഫസ്റ്റ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ. മാറ്ററിൻ്റെ ചെറിയ പാർട്ടികൾ എന്താണെന്നതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇയാൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്ററിൻ്റെ എന്തുപയോഗിച്ചിട്ടാണ് മാറ്റർ മെയ്ഡപ്പ് ചെയ്തിട്ടുള്ളത് എന്നതിനെ ഒബ്സർവ് ചെയ്ത് ഒരുപാട് അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റ് വീണ്ടും എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഇവിടെ നമ്മൾ ഒരു ഡിസ്ചാർജ് ട്യൂബിന് അക്രോസ് ആയിട്ട്, ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം 2 ഇലക്ട്രോഡ്സ് ഹൈ വോൾട്ടേജിൽ 2 ഇലക്ട്രോഡ്സ് കൊടുത്താൽ പ്രഷർ എന്താ പറയുക വളരെ ലോ പ്രഷറിൽ ഹൈ വോൾട്ടേജിൽ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, എന്താ പറയുക ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക് ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ട്യൂബിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയാം. എനിവേ നമ്മളൊരു ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ് 2 ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനൊരു ഹൈ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യാണ്. അതുപോലെ അവിടുത്തെ പ്രഷർ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ സ്പാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഗ്ലോ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? കുറച്ച് പാർട്ടിക്കിൾസ് നമ്മൾ നെഗറ്റീവ് ടെർമിനലിനെ കാഥോഡ് എന്നും അതുപോലെ പോസിറ്റീവ് ടെർമിനലിനെ ആനോഡ് എന്നുമാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും കുറച്ച് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ആനോഡിലേക്ക് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആനോഡിലേക്ക് പോകുന്നുണ്ട്. ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. എന്താണ്, നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിന് ടുവേർഡ്സ് ആയിട്ട് കുറച്ച് പാർട്ടിക്കിൾസ് പോകുന്നുണ്ട്. ആ പാർട്ടിക്കിൾസാണ് ഗ്ലോക്ക് കാരണമായിട്ടുള്ളത്. അത് കാരണമായിട്ട് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ട് എന്നാണ് ഈ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ പല സംഗതികൾ ഉപയോഗിച്ച് ഈ എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പം ഒരുപാട് കാര്യങ്ങൾ കാഥോഡ് റേസിനെ കുറിച്ച് കണ്ടെത്തി. പിന്നീട് മനസ്സിലായി എന്താണ് കാഥോഡ് റേ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇനി നമ്മൾ കാഥോഡ് റേൻ്റെ പ്രോപ്പർട്ടി എന്ന പേരിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, അതിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റും ഒബ്സർവേഷൻസും ഒക്കെ എന്തൊക്കെയാണ്, അതുപോലെ ഇലക്ട്രോൺസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, when sufficient high voltage is applied across the electrodes, current starts flowing through a stream of particles moving in the tube from negative electrode to the positive electrode. ഓക്കെ, അത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഹൈ വോൾട്ടേജ് കൊടുത്തപ്പം എന്ത് ചെയ്തു, നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആനോഡിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, ദീസ് ആർ കാൾഡ് കാഥോഡ് റേസ് ഓർ കാഥോഡ് റേ പാർട്ടിക്കിൾസ്. ഇവർ കാഥോഡിൻ്റെ ഭാഗത്തു നിന്നും ആനോഡിൻ്റെ ഭാഗത്തിലേക്കാണ് ഇവർ പോകുന്നത് കണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവരെ കാഥോഡ് റേസ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് കാഥോഡ് റേ ഓർ കാഥോഡ് റേ പാർട്ടിക്കിൾസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഇവർ സ്ട്രേറ്റ് ലൈനാണ് സഞ്ചരിക്കുക. ഓക്കെ, അതേസമയത്ത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് എങ്ങോട്ടാണോ ഡീവിയേറ്റ് ചെയ്യുക അതുപോലെയാണ്. അതായത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് കാണിക്കുന്ന ക്യാരക്ടറിന് സമാനമായ ക്യാരക്ടറാണ് ഈ കാഥോഡ് റേസ് കാണിച്ചത്. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിന് എന്താ സംഭവിക്കുക, ഇലക്ട്രോഡിൻ്റെ പോസിറ്റീവ് ഭാഗം ഏതാണോ അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യും, പോസിറ്റീവായിട്ട് അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് ടെർമിനലായിട്ട് അല്ലേ. അതുപോലെ കാഥോഡ് റേസിന് അക്രോസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എന്താ ചെയ്യുക, അവർ പോസിറ്റീവ്
ടെർമിനലിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും ഇല്ല എങ്കിൽ അവർ സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിക്കും. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക, നെഗറ്റീവ് പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവമാണ് കാണിക്കുക. നെഗറ്റീവ് ചാർജഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവമാണ് കാണിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഇവർ നെഗറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. ദ ഫ്ലോ ഓഫ് കറണ്ട് ഫ്രം കാഥോഡ് ടു ആനോഡ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ മേക്കിംഗ് എ ഹോൾ ഇൻ ദി ആനോഡ് ആൻഡ് കോട്ടിംഗ് ദി ട്യൂബ് ബിഹൈൻഡ് ദി ആനോഡ് വിത്ത് എ ഫോസ്ഫോറസൻ്റ് മെറ്റീരിയൽ. അതായത് ഇപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, പാർട്ടിക്കിൾസ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇങ്ങനെ പാർട്ടിക്കിൾസ് പോകുന്നുണ്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ, അത് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആനോഡിൽ ഹോൾസ് കൊടുത്താൽ മതി. ആനോഡിൽ ഹോൾസ് കൊടുത്തിട്ട് ആനോഡിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോസ്ഫോറസൻ്റ് മെറ്റീരിയൽ, അതായത് പാർട്ടിക്കിൾസ് ഹിറ്റ് ചെയ്യുമ്പം ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ ഫോസ്ഫോറസൻ്റ് മെറ്റീരിയൽ എന്ന് പറയുക. ഉദാഹരണമാണ് സിങ്ക് സൾഫൈഡ് അല്ലേ. അപ്പോൾ നമ്മൾ സിങ്ക് സൾഫൈഡ് ZnS എന്ത് ചെയ്യാണ്, ഈ ഒരു ആനോഡിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഭാഗത്ത് ആ സ്ക്രീനിൽ നമ്മൾ കോട്ട് ചെയ്യാണ്, സിങ്ക് സൾഫൈഡ് ഉപയോഗിച്ച് കോട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നമ്മൾ ആനോഡിനെ പെർഫോറേറ്റ് ചെയ്യാണ്. പെർഫോറേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹോൾസ് ഉണ്ടാക്കുകയാണ് അല്ലേ. അങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഹൈ വോൾട്ടേജ് നേരത്തെ ചെയ്തതുപോലെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ നിന്നും പാർട്ടിക്കിൾസ് ഈ ആനോഡിൻ്റെ ഹോൾസിലൂടെ വന്നിട്ട് ബാക്കിലുള്ള സ്ക്രീനിലെ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ എന്താണ് അവിടെ ഹിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഗ്ലോ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇവരുടെ പ്രസൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പറഞ്ഞത്, അവരുടെ പ്രസൻസ്, അതായത് കാഥോഡ് റേസ് വരുന്നുണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ആനോഡിൽ ഹോൾസ് ഉണ്ടാക്കിയാൽ മതി. ആനോഡിൽ ഹോൾസ് ഉണ്ടാക്കിയാൽ ആ ഹോളിലൂടെ വന്നിട്ട് ഇവർ ബാക്കിലുള്ള സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും അല്ലേ. ദീസ് റേസ് ആഫ്റ്റർ പാസിങ് ത്രൂ ആനോഡ് സ്ട്രൈക്ക് ദി സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. അങ്ങനെ നമ്മൾ ആനോഡിൽ പെർഫോറേറ്റഡ് ആനോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, പെർഫോറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഉള്ള ആനോഡ് അല്ലേ, ഹോൾസ് ഉള്ള ആനോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഈ റേസ് കാഥോഡ് റേസ് എന്ത് ചെയ്യും, ഇങ്ങനെ വന്നിട്ട് ആനോഡിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും, ബാക്കിലുള്ള സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എ ബ്രൈറ്റ് സ്പോട്ട് ഡെവലപ്സ് ഓൺ ദി സ്ക്രീൻ. അവിടെ പാർട്ടിക്കിൾസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ബ്രൈറ്റ് സ്പോട്ട്, അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതാണ് കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ കാഥോഡ് റേസ് വരുന്നുണ്ട് എന്നുള്ള അവരുടെ പ്രസൻസ് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് കാഥോഡ് റേ ഓർ കാഥോഡ് റേ പാർട്ടിക്കിൾസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഒന്നും ഇല്ല എങ്കിൽ അവർ നേരെയാണ് സഞ്ചരിക്കുക. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്താൽ ദ ബിഹേവിയർ ഓഫ് കാഥോഡ് റേസ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോൾഡ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണോ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഒക്കെ മൂവ് ചെയ്യുക, അതുപോലെയാണ് കാഥോഡ് റേസ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലേ. അങ്ങനെയാണ് പിന്നീട് നമ്മൾ കാഥോഡ് റേസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കാഥോഡ് റേസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പിന്നീട് കണ്ടെത്തിയത്. ഓക്കെ, റെഡി. ഇനി അവരുടെ വേറെ പ്രത്യേകത, ദേ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് ദ നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദി കാഥോഡ് റേ ട്യൂബ്. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് ശരിക്കും എവിടെ നിന്നാണ് കാഥോഡ് റേ വരുന്നത് എന്ന് നമ്മൾ നോക്കണം അല്ലേ. അതായത് നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഗ്യാസസ്, ഏതെങ്കിലും ഒരു ഗ്യാസ് ഉണ്ടാവും ഇവിടെ അല്ലേ, ആ ഗ്യാസസ് ആറ്റം എന്തായി മാറും, ഗ്യാസസ് ആറ്റം ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവ് അയേണും അതുപോലെ ഇലക്ട്രോണുമായി മാറും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് അയേൺ എന്ന് പറയുമ്പം ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്താൽ നമ്മുടെ ആറ്റം പോസിറ്റീവ് അയേണായി മാറും അല്ലേ. അപ്പോൾ പോസിറ്റീവ് അയണും ഇലക്ട്രോണുമായി മാറുമ്പം ഈ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കാഥോഡ് റേസിൽ നിന്നും, അതായത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നതായിട്ട് കണ്ടത്. അപ്പോൾ കാഥോഡ് റേ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ്, അതിനെയാണല്ലോ നമ്മൾ കാഥോഡ് റേ എന്ന് പറയുന്നത്. ഈ കാഥോഡ് റേസ് നമ്മൾ ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് ചേഞ്ച് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹൈഡ്രജനാണ് നമ്മൾ എടുത്തതെന്ന് സങ്കല്പിക്കുക, H2നെ. ഓക്കെ, അപ്പോൾ അത് H+ ഇലക്ട്രോണുമായിട്ട് മാറും അല്ലേ. നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് H+ ഇലക്ട്രോണുമായിട്ട് മാറും. ഇനി ഓക്സിജനാണ് എടുത്തതെങ്കിലോ O+ അതുപോലെ ഇലക്ട്രോണുമായി മാറും അല്ലേ.
ഗ്യാസ് ഏതെടുത്താലും ഉണ്ടാകുന്നത് ഇലക്ട്രോൺ തന്നെയാണ്. കാഥോഡ് റേ ഒക്കെ സിമിലർ ആണ് അല്ലേ? അതേസമയത്ത് പോസിറ്റീവ് അയൺസ് വ്യത്യസ്തമാണ്. ഇവിടെ H+, ഹൈഡ്രജൻ എടുത്തപ്പോൾ H+ ആണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് ഓക്സിജൻ എടുത്തപ്പം O+ ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ കാഥോഡ് റേ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്ന ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കുന്ന ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ഗ്യാസ് എടുത്താലും സെയിം പാർട്ടിക്കിൾ തന്നെയാണ് ഉണ്ടാകുന്നത്, അതായത് ഇലക്ട്രോൺസ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി അവർ മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം അവരെവിടുന്നാണ് വരുന്നത്? ഈ ഗ്യാസ് അയണൈസ് ചെയ്തിട്ട് അവിടെ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പം ഗ്യാസിൻ്റെ അയണൈസേഷൻ നടന്നിട്ട് ആണ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഗ്യാസ് ചേഞ്ച് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോഡ് ചേഞ്ച് ചെയ്താലും എന്ത് ചെയ്യില്ല, ഈ ഇലക്ട്രോൺസ് ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞത് അല്ലേ? ദേ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദി കാഥോഡ് റേ ട്യൂബ്. ഓക്കെ, ഇനി ദ ബേസിക് കൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ഓൾ ആറ്റംസ് ആർ ഇലക്ട്രോൺസ്. എല്ലാ ആറ്റംസിലും ഏത് ഗ്യാസ് എടുത്താലും അതിൻ്റെ ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാഥോഡ് റേസ് ആർ മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആസ് ദേ റൊട്ടേറ്റ് ലൈറ്റ് ഫ്രിക്ഷൻലെസ് പെഡൽ വീൽ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ കാഥോഡ് റേൻ്റെ പാത്തിൽ, ഇതാണ് കാഥോഡ് റേൻ്റെ പാത്ത് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ്, ലൈറ്റ് പെഡൽ വീൽ എന്ന് പറയുമ്പം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള, വെയിറ്റ് ഇല്ലാത്ത ചെറിയൊരു ഓബ്ജക്റ്റ് വെക്കുകയാണ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഇലക്ട്രോൺസിനുണ്ട്. വിച്ച് മീൻസ് ദേ ആർ പാർട്ടിക്കിൾസ്, ദേ ആർ കൺസിസ്റ്റിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെക്കാനിക്കൽ എഫക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. മെക്കാനിക്കൽ എഫക്റ്റ് ആണ് ഈ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ കാഥോഡ് റേസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്താണ്? പാർട്ടിക്കിൾസ് ആണ്. ദേ ആർ പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഇനി കാഥോഡ് റേസ് കം ഔട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി സർഫസ് ഓഫ് കാഥോഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എമിഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പൊസിഷൻ ഓഫ് ആനോഡ്. ഇവ വരുന്നത് എവിടെ നിന്നാണ്? കാഥോഡ് ടെർമിനലിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്. കാഥോഡ് റേക്ക് അല്ലെങ്കിൽ കാഥോഡിന് അതായത് നെഗറ്റീവ് ടെർമിനലിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? വരുന്നത് അല്ലേ? പക്ഷേ ആനോഡിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതിനെ അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ മോഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാത്ത് ഓഫ് ദി മോഷൻ അല്ലേ, ഡയറക്ഷൻ ഓഫ് എമിഷൻ എന്ത് ചെയ്യുന്നില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി കാഥോഡ് റേസ് ആർ നോട്ട് ഫോംഡ് ഇൻ ഇവാക്വേറ്റഡ് ഡിസ്ചാർജ് ട്യൂബ്. ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഗ്യാസ് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇലക്ട്രോൺസ് കിട്ടുള്ളൂ. അതേസമയത്ത് നമ്മളത് മൊത്തമായിട്ട് ഇവാക്വേറ്റ് ചെയ്തിട്ട് ഗ്യാസ് അതിലില്ല എങ്കിൽ നമ്മൾ എത്ര ഹൈ വോൾട്ടേജ് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടില്ല? ഇലക്ട്രോൺസ് കിട്ടില്ല, അല്ലെങ്കിൽ കാഥോഡ് റേസ് കിട്ടില്ല. അപ്പോൾ കാഥോഡ് റേ ഇവാക്വേറ്റഡ് ഡിസ്ചാർജ് ട്യൂബിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഗ്യാസ് വേണം അല്ലേ? ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാഥോഡ് റേനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാഥോഡ് റേസ് അയണൈസ്ഡ് ഗ്യാസസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദേ ആർ ചാർജ്ഡ്. ഇനി കാഥോഡ് റേയിലൂടെ ഗ്യാസിനെ കടത്തിവിടുകയാണെങ്കിൽ ഈ ഗ്യാസസിനെ അയോണൈസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതായത് അവർക്ക് ചാർജ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇവർക്ക് ചാർജ് ഉണ്ടെന്നാണ് മീനിങ്. ഉദാഹരണമായിട്ട് ഓക്സിജനെ ഇലക്ട്രോൺസ് എന്താക്കി മാറ്റും? O2 മൈനസ് ആക്കി മാറ്റും അല്ലേ? അതുപോലെ H2 ഗ്യാസ് ആണെങ്കിൽ ഇലക്ട്രോൺസ് അതിനെ എന്താക്കി മാറ്റും? H2 മൈനസ് ആക്കി മാറ്റും അല്ലേ? ഇങ്ങനെ ചാർജ് കൊടുത്തിട്ട് അയോണൈസ് ചെയ്യാനുള്ള ആറ്റംസിനെ അല്ലെങ്കിൽ ഗ്യാസസിനെ അയോണൈസ് ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്? ഈ കാഥോഡ് റേ പാർട്ടിക്കിൾസിനുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ചാർജ്ഡ്. ഓക്കെ, അവർക്ക് ചാർജ് ഉള്ളത് കൊണ്ടാണല്ലോ അവർക്ക് ഗ്യാസിന് ചാർജ് കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? അപ്പം ഞാനൊന്നുകൂടിയും അതിനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ട്യൂബ്, അതായത് ഗ്ലാസ് ട്യൂബാണ്. അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രഷർ, വളരെ കുറഞ്ഞ പ്രഷറും അതുപോലെ ഹൈ വോൾട്ടേജും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾക്ക് സ്പാർക്ക് കാണാൻ പറ്റും അല്ലേ? എന്താണ്? എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആർ മൂവിങ് ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു ദി പോസിറ്റീവ് ടെർമിനൽ. അവരെയാണ് നമ്മൾ കാഥോഡ് റേ എന്ന് വിളിച്ചത്. ഓക്കെ, അവരുടെ സവിശേഷത എന്ന് പറയുന്നത് അവരെവിടുന്ന് എന്താണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസിനെ ഈ ഹൈ പൊട്ടൻഷ്യൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ്
അയണൈസ് ചെയ്തിട്ട് പോസിറ്റീവ് അയണും ഇലക്ട്രോണുമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രോൺസ് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഇനി അവരുടെ പ്രസൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആനോഡിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആനോഡിലൂടെ കടത്തിവിട്ട് ആനോഡിൻ്റെ ബാക്കിലുള്ള സ്ക്രീനിൽ സിങ്ക് സൾഫൈഡ് ഉപയോഗിച്ച് നമുക്ക് കോട്ട് ചെയ്താൽ അവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ആനോഡിലൂടെ കാഥോഡ് റേ പാർട്ടിക്കിൾസ് വന്നിട്ട് അതിൻ്റെ ബാക്കിൽ സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ബ്രൈറ്റ് സ്പോട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവർ പാർട്ടിക്കിൾസ് ആണ്, മെയ്ഡപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, വേവ്സ് അല്ല പാർട്ടിക്കിൾസ് ആണ്. കാരണം എന്താണ്, പാർട്ടിക്കിൾ ആണ് എന്ന് പറയാൻ കാരണം ഇവരുടെ പാത്തിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ചെറിയ വെയിറ്റുള്ള ഓബ്ജക്ട്സ് വെക്കുകയാണെങ്കിൽ അവരെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പെരിമെൻറ്റിൽ വെച്ചത് ലൈറ്റ് പാഡിൽ വീലാണ് അല്ലേ, അത് വെച്ചപ്പം അവരെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ദേ ആർ ഹാവിങ് മെക്കാനിക്കൽ ഇഫക്ട്സ് അല്ലേ. ഇനി അതുപോലെ തന്നെ എന്താണ്, സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ആബ്സെൻസിൽ സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എങ്ങനെയാണോ മൂവ് ചെയ്യുക ആ രൂപത്തിലാണ് ഇവർ മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, One, two, three. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ നിന്നും കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി നമ്മൾ അപ്പോൾ ഇവർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, ഇലക്ട്രോൺസ് എന്നാണ് നമ്മൾ അവരെ വിളിച്ചത് അല്ലേ. ഇനി നമ്മൾ ഇലക്ട്രോൺസിൻ്റെ E/m റേഷ്യോ, അതായത് ചാർജ് ഡിവൈഡഡ് ബൈ മാസ്, അതിന് നമ്മൾ സ്പെസിഫിക് ചാർജ് എന്നാണ് പറയുന്നത്. സ്പെസിഫിക് ചാർജ് കണ്ടെത്തിയ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ ഇലക്ട്രോൺസിൻ്റെ E/m റേഷ്യോ ആണ് കണ്ടെത്തിയത്, പിന്നീടാണ് നമ്മൾ ചാർജ് കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു E/m റേഷ്യോ കണ്ടെത്തിയ എക്സ്പെരിമെൻറ്റ് നോക്കാം. ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്തത്, E/m റേഷ്യോ കണ്ടെത്തിയത്. ഹി മെഷേർഡ് റേഷ്യോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ടു ദി മാസ് ഓഫ് ഇലക്ട്രോൺ by using a cathode ray tube and applying electric and magnetic field mutually perpendicular as well as to the path of electrons. അതായത് ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്താണ് കാഥോഡ് റേ ട്യൂബിൻ്റെ പാത്തിന് അലോങ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കാഥോഡ് റേയിൽ എന്താണ് ഡീവിയേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, ഡീവിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ടുണ്ടാകുന്ന ഡീവിയേഷന് ഓപ്പോസിറ്റായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കാരണമായിട്ട് ഡീവിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് രണ്ടിൻ്റെയും എന്താ പറയുക എമൗണ്ട് ഈക്വൽ ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് രണ്ടിൻ്റെയും വാല്യൂ, അതായത് ഉദാഹരണമായിട്ട് നേരെ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ പോകുന്ന കാഥോഡ് റേ പാർട്ടിക്കിൾസ്, അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ കാരണമായിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ പോകുന്ന കാഥോഡ് റേക്ക് മുകളിലേക്ക് ഡീവിയേഷൻ ഉണ്ടാവുന്നതെന്ന് സങ്കല്പിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് കാരണമായിട്ട് താഴേക്കാണ് ഉണ്ടാവുന്നതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കാരണമായിട്ടുണ്ടാകുന്ന ഫോഴ്സിൻ്റെയും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ട് കാഥോഡ് റേയിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെയും രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആക്കിയാൽ ഡീവിയേഷൻ ഇല്ലാതെ നേരെ തന്നെ പോകും അല്ലേ. രണ്ടും ഇല്ലാത്തപ്പോൾ, രണ്ടിൻ്റെയും ആബ്സെൻസിൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ആബ്സെൻസിൽ എങ്ങനെയാണോ പോയിരുന്നത് അതേ പാത്തിലൂടെ തന്നെ എന്ത് ചെയ്യും, പോകും. അപ്പം അവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സിനെയും ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ടുള്ള കാഥോഡ് റേയിലുള്ള ഫോഴ്സിനെയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമായിട്ടുള്ള കാഥോഡ് റേയിലുള്ള ഫോഴ്സിനെയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ആയിരുന്നു നമ്മൾ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അല്ലേ. അതായത് നമ്മൾ നേരത്തെ എടുത്ത പോലെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്, അതിൽ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, കാഥോഡ് റേൻ്റെ പാർട്ടിക്കിൾസിൻ്റെ പാത്തിന് ലോങ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും അദ്ദേഹം സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഞാനിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ
കാഥോഡ് റേസ് സ്ട്രേറ്റ് ലൈനിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെയും നെഗറ്റീവ് ടെർമിനൽ താഴ്ഭാഗത്തുമാണ് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ കാഥോഡ് റേ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് പോസിറ്റീവ് ടെർമിനലിന് ടുവേർഡ്സ് ആയിട്ടായിരിക്കും അവർക്ക് ഡീവിയേഷൻ ഉണ്ടാവുക, മുകളിലോട്ട് അല്ലേ. അതേസമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യാണ്, താഴേക്ക് ഡീവിയേഷൻ ഉള്ള രൂപത്തിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യാണ്, സെറ്റപ്പ് ചെയ്യാണ്. എന്നിട്ട് ഇവരുടെ രണ്ടിൻ്റെയും ഡീവിയേഷൻ്റെ എമൗണ്ട്, അതായത് രണ്ട് കാരണമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് കാരണമായിട്ടുള്ള ഫോഴ്സ് ഈക്വൽ ആക്കുകയാണെങ്കിൽ ഡീവിയേഷൻ ഇല്ലാതെ പോകും അല്ലേ. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്, ജെ ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. എന്നിട്ട് അദ്ദേഹം കണ്ടെത്തിയത് E/m വിൽ ബി ഈക്വൽ ടു E/r/b² ആയിരിക്കുമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, ഇതിൽ നിന്നാണ് അദ്ദേഹം അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. E/m = E/r/b². ഇവിടെ E എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി B എന്ന് പറഞ്ഞാലോ മാഗ്നറ്റിക് ഫീൽഡാണ്. R എന്താണ്, R എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് പിന്നീട് എന്തായിരിക്കും, സർക്കുലർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഇവിടെ R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, R = റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ E/m ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ r/b² ചെയ്താൽ E/m കിട്ടുമെന്ന് ഇദ്ദേഹം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ഇലക്ട്രോണിൻ്റെ E/m റേഷ്യോ കണ്ടെത്തി, വിച്ച് വിൽ ബി ഈക്വൽ ടു 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇതായിരുന്നു എന്ത്, ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ അല്ലെങ്കിൽ സ്പെസിഫിക് ചാർജ് അല്ലെങ്കിൽ E/m റേഷ്യോ എന്ന് പറയുന്നത് 1.76 × 10⁻11 ആയിരുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹമാണ് ജെ ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം E/m റേഷ്യോ കണ്ടെത്തി അല്ലേ. ഇനി അതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനുള്ള എക്സ്പെരിമെൻ്റ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നമ്മളിവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ചെയ്തത് ഈ ഒരു സംഭവം അറ്റോമൈസർ എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അതായത് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ഡ്രോപ്ലെറ്റ്സിനെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട്, ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് അറ്റോമൈസർ എന്ന് പറയുന്ന ഒരു ഉപകരണം. ഓക്കെ, നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ പോകുമ്പം നമ്മുടെ മുടി വെട്ടുന്നതിന് മുമ്പ് നമ്മൾ സ്പ്രേ ചെയ്യലുണ്ട് അല്ലേ, അതുപോലെ ഓയിലിനെ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അറ്റോമൈസർ. ഓക്കെ, ചെറിയ കണികകളാക്കിയിട്ട് മാറ്റും. അങ്ങനെ ഇവിടെ നമ്മൾ പിക്ചറിൽ നോക്കൂ, ഇവിടെ പോസിറ്റീവ് ടെർമിനലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ, അതുപോലെ നെഗറ്റീവ് ടെർമിനലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് പ്ലേറ്റിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഹോളിലൂടെ ഈ അറ്റോമൈസർ ഉപയോഗിച്ചിട്ട് ചെറിയ പാർട്ടിക്കിൾസ് ആക്കിയിട്ടുള്ള ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ താഴോട്ട് വരും. ഓക്കെ, ഗ്രാവിറ്റി കാരണം താഴോട്ട് വരും ഓയിൽ പാർട്ടിക്കിൾസ്. ഇനി നമ്മൾ എക്സ്റേസ് ഉപയോഗിച്ചിട്ട് എക്സ്റേ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള എയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അയോണൈസ് ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് പോസിറ്റീവ് അയൺസും അതുപോലെ ഇലക്ട്രോൺസും കിട്ടും അല്ലേ. അവിടെയുള്ള ഗ്യാസിനെ അല്ലെങ്കിൽ അവിടെയുള്ള എയറിനെ നമ്മൾ അയോണൈസ് ചെയ്യുമ്പോൾ, എക്സ്റേ ഉപയോഗിച്ചിട്ട് അയോണൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രോൺസും പോസിറ്റീവ് അയൺസും കിട്ടും. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഓയിൽ പാർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ ഓയിലിൻ്റെ അറ്റോമൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യും ഇലക്ട്രോൺസ്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഗ്രാവിറ്റി കാരണമായിട്ട് ഈ ഓയിലിൻ്റെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് എത്രത്തോളം ചെറുതാണെന്ന് വെച്ചാൽ 1-2 ഇലക്ട്രോൺസിന് മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഓയിൽ ഡ്രോപ്ലെറ്റിന് എടുക്കാൻ പറ്റുള്ളൂ. അത്രയും ചെറുതായിരിക്കും, ഒരു ആറ്റത്തിൻ്റെ അത്രയും ചെറുതായിരിക്കും അല്ലേ ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ഇനി ഇവരിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഗ്രാവിറ്റി കാരണം താഴോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ആരുണ്ട്, നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് അതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ട് എന്താണ്, ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രാവിറ്റി കാരണമായിട്ട് ഫോഴ്സ് താഴോട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ്
ഗ്രാവിറ്റി കാരണമായിട്ട് എത്ര ഫോഴ്സ് ആണോ താഴോട്ടുള്ളത് അതിന് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ട്യൂൺ ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഇവിടെ നിൽക്കും അല്ലേ, എങ്ങോട്ടും പോകില്ല. കാരണം എന്താണ്? താഴേക്കുള്ള mg അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇലക്ട്രിക്കൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ടുള്ള ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ അത് നിൽക്കും അല്ലേ. അവിടെ നമുക്ക് ഈ ഗ്രാവിറ്റി കാരണമായിട്ടുള്ള ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ടുള്ള ഫോഴ്സും ഇക്വേറ്റ് ചെയ്തിട്ട് E/m കാണാവുന്നതാണ്. അതായത് ഗ്രാവിറ്റി കാരണമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് mg ആയിരിക്കും അല്ലേ. മറ്റേത് എന്തായിരിക്കും? QE ആണ്. അതായത് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ടുള്ള ഒരു ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q/E ആണ് അല്ലേ. ഇവിടെ Q എന്ന് പറയുന്നത് E ആണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് ആണല്ലോ, E/E. അപ്പോൾ mg = E/E. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് E കാണാൻ പറ്റും. E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ് അല്ലേ. മാസ് നമുക്ക് ഓൾറെഡി അറിയാം, G അറിയാം, അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും അറിയാം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിൻ്റെ ചാർജ് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കാണാനുള്ള എക്സ്പെരിമെൻറ്റ് മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സ്പെസിഫിക് ചാർജുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ക്വസ്റ്റ്യൻ. സ്പെസിഫിക് ചാർജ് ഓഫ് 2 particles A and B are in the ratio 2:3. Okay, if the mass ratio Ma/Mb is 2:3, then the ratio of their charges is. അതായത് E/m റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മാസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാർജിൻ്റെ റേഷ്യോ എന്താണെന്നാണ്. E/m റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെയും ബിൻ്റെയും E/m റേഷ്യോൻ്റെ റേഷ്യോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്പെസിഫിക് ചാർജ് എന്ന് പറയുന്നത് E/m ആണ്. അപ്പോൾ സ്പെസിഫിക് ചാർജസ് ഓഫ് A and B എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് EA/ma, അതായത് ചാർജ് ഓഫ് A ഡിവൈഡഡ് ബൈ മാസ് ഓഫ് A ആണ് എന്ത്? എൻ്റെ സ്പെസിഫിക് ചാർജ് എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ EB/MB ആണ് എന്ത്? ബീൻ്റെ സ്പെസിഫിക് ചാർജ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ചെയ്താൽ നമുക്ക് EA/ma × MB/EB എന്ന് കിട്ടും അല്ലേ. ഈക്വൽ ടു നമുക്ക് 2:3 ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2/3 എന്ന് എടുക്കാം അല്ലേ. 2/3 എന്നാണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ മാസ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് Ma/MB ഈക്വൽ ടു 2/3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Ma/MB ഈക്വൽ ടു 2/3 ആണ് അല്ലേ. ഇനി ഇതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 2/3 ഈക്വൽ ടു EA/EB × MB/MA എന്ന് എഴുതാം അല്ലേ. MB/MA. ഓക്കെ, അപ്പോൾ MB/MA അതായത് MA/MB ഇവിടെ തന്നിട്ടുണ്ട് 2/3 ആണ്. MB/MA എന്തായിരിക്കും? 3/2 ആയിരിക്കും. 2/3 ഈക്വൽ ടു EA/EB × 3/2 ആണ് അല്ലേ. അപ്പോൾ EA/EB എന്തായിരിക്കും? EA/EB ഈക്വൽ ടു 2/3/3/2, അതായത് 2/3 × 2/3 എന്ന് കിട്ടും, ഈക്വൽ ടു 4/9 എന്ന് കിട്ടും. ഇതായിരിക്കും അവരുടെ ചാർജ് തമ്മിലുള്ള റേഷ്യോ അല്ലേ. 4/9. ഓക്കെ, 4/9. ഇനി കാഥോഡ് റേനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അതേ സമയത്ത് തന്നെ കാഥോഡ് റേ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഗ്യാസിൻ്റെ അയണൈസേഷൻ നടന്നിട്ട് പോസിറ്റീവ് അയൺസും അതുപോലെ ഇലക്ട്രോൺസുമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കാഥോഡ് റേ എന്ന് വിളിച്ചത്. അതേ സമയത്ത് അവിടെ പോസിറ്റീവ് അയൺസും ഉണ്ടാകുന്നുണ്ട്, അവരെയാണ് നമ്മൾ ആനോഡ് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാഥോഡ് റേൻ്റെ ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തിയിട്ട് നമ്മൾ അവിടെ എന്താണ് ആനോഡ് റേയിലായിരുന്നു പെർഫറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയത്ത് നമ്മൾ പെർഫറേറ്റഡ് കാഥോഡ് ഉപയോഗിച്ചിട്ട് എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പം നമുക്ക് മനസ്സിലായി പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആനോഡിൻ്റെ ഭാഗത്തു നിന്നും കാഥോഡിൻ്റെ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആനോഡ് റേസ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ്റം ഗ്യാഷ്യസ് ആറ്റം പോസിറ്റീവ് അയേണും അതുപോലെ ഇലക്ട്രോണുമായി മാറുകയാണ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലേ. നേരത്തെ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് കാഥോഡ് റേ കിട്ടിയത് അല്ലേ.
അതുപോലെ ആനോഡ് റേയും ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ലഭിക്കുന്നത്? അതായത് ആറ്റം അയോണൈസ് ചെയ്തിട്ട് പോസിറ്റീവ് അയോണും ഇലക്ട്രോണുമായി മാറാണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ എടുക്കുന്നതെങ്കിൽ H+ ഇലക്ട്രോൺ മൈനസും ആണ് നമുക്ക് കിട്ടുക. അവിടെ ആനോഡ് റേ എന്ന് പറയുന്നത് H+ ആയിരിക്കും അല്ലേ. അതേസമയത്ത് നമ്മൾ ഓക്സിജൻ ആണ് എടുക്കുന്നതെങ്കിലോ, ഓക്സിജൻ ആറ്റമാണ് എടുക്കുന്നതെങ്കിൽ O+ ഇലക്ട്രോൺ മൈനസും ആണ് കിട്ടുക. അപ്പോൾ അവിടെ ആനോഡ് റേ എന്ന് പറയുന്നത് ആരാണ്? O+ ആണ്, O പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ ഗ്യാസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആനോഡ് റേ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ഏത് ഗ്യാസ് എടുത്താലും സെയിം ഇലക്ട്രോൺ തന്നെയാണ്, സെയിം കാഥോഡ് റേ തന്നെയാണ് കിട്ടിയത് അല്ലേ. കാഥോഡ് റേൻ്റെ കേസിൽ കാഥോഡ് റേ എന്ത് ചെയ്യുന്നില്ല? ഗ്യാസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കാഥോഡ് റേ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആനോഡ് റേൻ്റെ കേസിലാണെങ്കിൽ ഗ്യാസ് ചേഞ്ച് ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആനോഡ് റേ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവ് അയൺസ് മാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആനോഡ് റേൻ്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് അതിലൂടെ ഒന്ന് പോകാം. എന്തൊക്കെയാണ് ആനോഡ് റേയും കാഥോഡ് റേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ക്യാരിഡ് ഔട്ട് ഇൻ ദി മോഡിഫൈഡ് കാഥോഡ് റേ ട്യൂബ് ലെഡ് ടു ദി ഡിസ്കവറി ഓഫ് പാർട്ടിക്കിൾസ് ക്യാരിങ് പോസിറ്റീവ് ചാർജ്. ഇവർക്ക് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അവരെ നമ്മൾ കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് എന്നാണ് വിളിച്ചത് അല്ലേ. ദ നേച്ചർ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ ദി ഡിസ്ചാർജ് ട്യൂബ്. അതായത് ഏത് ആനോഡ് റേ ആണോ എന്നുള്ളത്, ആനോഡ് റേൻ്റെ നേച്ചർ എന്താണെന്നുള്ളത്, നമ്മൾ ഏത് ഗ്യാസ് ആണ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. കാരണം അതിൻ്റെ അയൺ ആണല്ലോ ഈ ആനോഡ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ H+ ആണ് നമുക്ക് കിട്ടുക ആനോഡ് റേ ആയിട്ട്. അതേസമയത്ത് നമ്മൾ ഓക്സിജൻ ആണ് എടുക്കുന്നതെങ്കിൽ O+ ആണ് കിട്ടുക അല്ലേ. നൈട്രജൻ ആണ് എടുക്കുന്നതെങ്കിൽ N+ ആണ് കിട്ടുക. E/m വാല്യൂ ഓഫ് പോസിറ്റീവ് റേസ് ഓർ ആനോഡ് റേസ് ഇസ് നോട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ സിമിലർ അല്ല എന്ന് മാത്രമല്ല, ഗ്യാസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് E/m റേഷ്യോ ആനോഡ് റേസിൻ്റെത് ചേഞ്ച് ചെയ്യും. ആനോഡ് റേയിൽ ഗ്യാസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ ചാർജ് ചേഞ്ച് ചെയ്യും അല്ലേ. കാരണം എന്താണ്? മാസ് ചേഞ്ച് ചെയ്യും അല്ലേ. കാരണം എന്താണ്? നമ്മൾ ഓക്സിജൻ എടുക്കുമ്പം O പോസിറ്റീവാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ മാസ് അല്ല എന്തിനുണ്ടാവുക? ഹൈഡ്രജൻ്റെ പോസിറ്റീവ് അയണിന് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ഗ്യാസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് E/m റേഷ്യോ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ഗ്യാസ്. E/m റേഷ്യോൻ്റെ വാല്യൂ ഏത് ഗ്യാസാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള E/m വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. ഇനി നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഒരുപാട് ഗ്യാസസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് മാസുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ E/m റേഷ്യോ ഉള്ളതായിട്ട് നമുക്ക് കിട്ടിയത് ആരാണ്? ഹൈഡ്രജൻ ഗ്യാസ് എടുത്തപ്പോഴാണ്. ഓക്കെ, H2 ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബിലെടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിൻ്റെ E/m റേഷ്യോ കണ്ടപ്പോൾ എന്താണ്? അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് മനസ്സിലായി. ഓക്കെ, ഏറ്റവും കൂടുതൽ E/m റേഷ്യോ ഉള്ളത് ആർക്കാണ്? ഹൈഡ്രജനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ +1 ചാർജ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ചാർജ് സെയിം ആണ്, പിന്നെ ആരാണ് ഡിഫറെൻറ്റ്? മാസാണ് ഡിഫറെൻറ്റ്. അപ്പോൾ മാസ് ഏറ്റവും കുറവുള്ളതിനല്ലേ E/m റേഷ്യോ കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും കുറവ് മാസ് ഉള്ളത് ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ മനസ്സിലായി. അതിൻ്റെ ഈ ഹൈഡ്രജൻ ഗ്യാസ് എടുത്തപ്പോഴുള്ള ആനോഡ് റേനെ നമ്മൾ പ്രോട്ടോൺ എന്നാണ് വിളിച്ചത്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് എടുത്തപ്പോൾ അതിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിൻ്റെ അയേണിനെ നമ്മൾ പ്രോട്ടോൺ എന്നാണ് വിളിച്ചത്. അതിനാണ് E/m റേഷ്യോ ആനോഡ് റേസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ E/m റേഷ്യോ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ E/m റേഷ്യോ ഉള്ളത്? കാരണം ബാക്കിയുള്ള ആറ്റംസിനൊക്കെ ഹൈഡ്രജനേക്കാളും മാസ് കൂടുതലാണ്. അപ്പോൾ മാസ് കൂടിക്കഴിഞ്ഞാൽ E/m റേഷ്യോ കുറയാണ് ചെയ്യുക. ഓക്കെ, the actual mass of proton is 1.6 into 10⁻²4 gram. On the relative scale, proton has mass 1 atomic mass unit. അതായത് പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6 into 10⁻²4 gram ആണ്. അത് നമ്മൾ SI യൂണിറ്റിലേക്ക് ആക്കുകയാണെങ്കിൽ -27 കിലോഗ്രാം ആണ് അല്ലേ. അതുപോലെ അറ്റോമിക് മാസ് റിലേറ്റീവ് സ്കെയിലിൽ 1 AMU അല്ലെങ്കിൽ 1 U ആയിട്ടാണ് നമ്മൾ പ്രോട്ടോണിൻ്റെ മാസിനെ എടുക്കുന്നത്. H+, അതായത് ഹൈഡ്രജൻ്റെ പോസിറ്റീവ് അയണിൽ ഒരു പ്രോട്ടോൺ മാത്രമാണ് ഉള്ളത്. ഓക്കെ, ദ ഇലക്ട്രിക്കൽ ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിന് ഇലക്ട്രോണിന് ഈക്വൽ ആണ്, പക്ഷേ അതിൻ്റെ മൈനസ് ആയിട്ടുള്ള സൈനാണുള്ളത്. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 into 10⁻⁹ കൂളംബാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +1.6 into 10⁻⁴
-19 കൂളോംബാണ്. ഓക്കെ, ഇനി ന്യൂട്രോണിൻ്റെ ഡിസ്കവറി. ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താണ്, ബെറിലിയത്തെ ഹീലിയം ന്യൂക്ലിയസ്, അതായത് ആൽഫ പാർട്ടിക്കിൾ, ഹീലിയം ന്യൂക്ലിയസിനെ നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയാം. ഹീലിയം ന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് ബെറിലിയത്തെ ഹിറ്റ് ചെയ്തപ്പോൾ, അതിൻ്റെ ഒരു തിൻ ഷീറ്റിനെ ഹിറ്റ് ചെയ്തപ്പം അവിടെ കാർബൺ 12-6ഉം, അതായത് 12 മാസുള്ള 6 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള കാർബൺ ആറ്റവും അതുപോലെ ന്യൂട്രോണും പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് അദ്ദേഹം കണ്ടു. ഓക്കെ, ഈ ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ അതിനെ കണ്ടെത്തുന്നത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ്. അത് ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, മാസ്സുള്ള പാർട്ടിക്കിൾസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസിനേക്കാളും കുറച്ച് കൂടുതലാണ്, ചാർജ് 0 ആണ്. ഓക്കെ, അപ്പം ന്യൂട്രോണിനെ കണ്ടെത്തിയ എക്സ്പെരിമെൻ്റ് നടത്തിയത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ എന്ന് പറയുന്ന 3 പാർട്ടിക്കിൾസിനെ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ട് പറയുന്നത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിനേക്കാളും ചെറുത് അല്ലേ, അതായത് ആറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ആദ്യത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് അല്ലേ, നമ്മൾ കാഥോഡ് റേയിലൂടെ കണ്ടെത്തിയത്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് E- ആണ്. മാസ് 9.1 × 10⁻⁻28 ആണ്, അല്ലെങ്കിൽ 9.1 × 10⁻31 കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ അല്ലേ. AMU സ്കെയിലാണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1/1835 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ചാർജ് -1 ആണ്, അതായത് -1.6 × 10⁻⁻19 കൂളോംബാണ് അല്ലേ, കൂളോംബ്. അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. P+ എന്നാണ് അതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 AMU ആണ്, 1.6 × 10⁻⁻27 ആണ് എന്ത്, പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. 1.6 × 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജാണ്, അതായത് +1.6 × 10⁻⁻19 കൂളോം. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് N ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ N0 ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. 1 AMU ആണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1.674 × 10⁻⁻27 ആണ്. ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമാണ് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസിലുള്ളത്. ഓക്കെ, ഇനി ചാർജ് എന്ന് പറയുന്നത് 0 ചാർജാണ് അതിനുള്ളത്. ഓക്കെ, ചാർജ്ലെസ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഇത്രയുമാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇനി ഒരുപാട് പാർട്ടിക്കിൾസ് വേറെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. എന്താണ്, പോസിട്രോണ്, അതുപോലെ ബീറ്റ പാർട്ടിക്കിൾസ്, ഗാമ പാർട്ടിക്കിൾസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പാർട്ടിക്കിൾസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അവയെ പരിചയപ്പെടാം. അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇന്ന് നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ലെക്ചറാണ് ഇന്നത്തേത്. അപ്പോൾ ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റും അതുപോലെ ആനോഡ് റേ കണ്ടെത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റും മില്ലിക്കൻ്റെ എക്സ്പെരിമെൻറ്റും ഡാൾട്ടൻ്റെ തിയറിയും ഒക്കെ ഇന്ന് റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റുദർഫോർഡ് മോഡലും അതുപോലെ തന്നെ ജെ തോംസൻ്റെ മോഡലും നീൽ ബോറിൻ്റെ മോഡലൊക്കെ പരിചയപ്പെടാം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.